ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒരു ലോകമഹായുദ്ധമായി പരിണമിക്കുമോ എന്ന സംശയങ്ങൾക്ക് ആക്കം നൽകിക്കൊണ്ട് ഇല്ലെങ്കിൽ അതിന് ഇടം നൽകിക്കൊണ്ട് മറ്റൊരു നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ചൈന അവരുടെ ഒരു ചരക്ക് വിമാനം ആയുധങ്ങളുമായി ടെഹ്റാനിൽ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇത് റഡാറിൽ പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്പോണ്ടറുകൾ ഓഫാക്കിയായിരുന്നു യാത്രയെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഈ അടുത്ത സമയത്ത് ഈ ഇറാനും ചൈനയുമായി തന്നെ ചില ആയുധ കച്ചവടത്തിനുള്ള കരാറുകളും മറ്റും ഒപ്പിടാനുള്ളതും ആയുധ സഖ്യം രൂപീകരിക്കാനുള്ള ഒരു നീക്കവും മറ്റുമൊക്കെ നടത്തിയിരുന്നു. ഇതിനിടയിൽ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാടുമായി രംഗത്തെത്തുമ്പോഴാണ് ചൈന പ്രത്യക്ഷമായി തന്നെ ആയുധങ്ങളുമായി അവിടെ അവരുടെ ചരക്ക് വിമാനം എത്തിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ റഷ്യൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞത്, നിലവിൽ യുദ്ധത്തെ ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇസ്രായേൽ നടത്തിയതെന്നും ആണ് ലിൻ ജിയാൻ, അവരുടെ വിദേശകാര്യ വക്താവാണ് ലിൻ ജിയാൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ യുദ്ധം ഏഷ്യയിലേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാന്റെ സൈനിക മേധാവി തന്നെ പറയുന്നു. ഇപ്പോൾ ഇതാ ചൈനയുടെ ആയുധങ്ങൾ നിറച്ച വിമാനം ഇറാനിലേക്ക് എത്തിച്ചിരിക്കുന്നു. അങ്ങനെ ഏഷ്യയിലേക്ക് വ്യാപിക്കുന്നു. മിഡിൽ ഈസ്റ്റ് കഴിഞ്ഞ് അത് ഏഷ്യയിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നുള്ളതാണ്. ഇതിലേക്ക് മറ്റ് രാജ്യങ്ങൾ കൂടി എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുന്നുമുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇതെല്ലാം തന്നെ വളരെ നിർണായകമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനും ചൈനയും ഒക്കെ ഇന്ത്യയുടെ ശത്രുരാജ്യമാണ്, ഇസ്രായേൽ അടുത്ത സുഹൃത്തുമാണ്. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇറാനെ സംബന്ധിച്ച് ഇറാനും ഇന്ത്യയുടെ ഒരു സൗഹൃദ രാഷ്ട്രമായി നിലകൊള്ളുന്നു. ഇവിടെ റഷ്യയുടെ ഒരു ഇടപെടലുണ്ട്. റഷ്യയും ഇറാനും തമ്മിൽ അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ പോകുന്നു കെട്ടുപിടഞ്ഞ ചില ബന്ധങ്ങൾ. അതിനിടയിലാണ് യുദ്ധത്തിന്റെ പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് ചൈനയുടെ ആയുധങ്ങൾ നിറച്ച വിമാനം കൂടി ടെഹ്റാനിൽ എത്തുമ്പോൾ അമേരിക്ക നേരിട്ട് ഇടപെടുമോ ഇല്ലയോ എന്നുള്ളതാണ് അവർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്.